വിശദമായ വാർത്തയിലേക്ക്. തൊടുപുഴ നഗരസഭാ ചെയർമാനുള്ള പിന്തുണ LDF പിൻവലിച്ചു. കൈക്കൂലി കേസിൽ രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിരുന്നു. രാജിയില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തുമെന്നും LDF മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി സാഗർ ചേരുന്നു. തൊടുപുഴയിൽ നിന്നും സാഗർ, എന്താണ് LDFന്റെ നിലപാട്? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലി കേസിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിനെ തുടർന്ന് തൊടുപുഴയിലുള്ള CPM പ്രാദേശിക നേതൃത്വം സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ സനീഷ് ജോർജ് താൻ രാജിവെക്കില്ല എന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച തനിക്ക് ഇടതുപക്ഷ പിന്തുണ കിട്ടി, അതുകൊണ്ടാണ് ചെയർമാനായത്. അതിനാൽ തന്നെ ഇടതുപക്ഷം പറയുന്ന രീതിയിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് ഇന്ന് LDF ജില്ലാ നേതാക്കൾ പത്രസമ്മേളനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ച് LDFനുള്ള പിന്തുണ, ഈ സനീഷ് ജോർജിന് LDF നൽകിയ പിന്തുണ പിൻവലിക്കുന്നതായി അറിയിച്ചത്. ഇനിയും സനീഷ് ജോർജ് രാജിവെച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ LDF ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും LDF നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്തുണ പിൻവലിക്കുക മാത്രമാണ് ഉള്ളത്. അവിശ്വാസം LDF നേതൃത്വത്തിൽ കൊണ്ടുവരില്ല എന്നും LDF നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ UDF BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നഗരസഭയ്ക്ക് മുന്നിലും മറ്റും വ്യാപകമായ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ LDF കൂടി സമരം നടത്തുന്നതോടെ കൗൺസിൽ, ഇനി നടക്കാനുള്ള കൗൺസിൽ ഉൾപ്പെടെ കലുഷിതമാകാനാണ് സാധ്യത. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്നും.